എല്ലാവർക്കും നമസ്കാരം. മായ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. ഉത്തരം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഓഗസ്റ്റ് 2024 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വാട്സ്ആപ്പ് നമ്പറും മറ്റു ഡീറ്റെയിൽസ് ആണുള്ളത്. വാട്സ്ആപ്പ് വഴി മെസ്സേജ് ചോദിക്കാവുന്നതാണ്. പ്രൈവറ്റ് കൺസൾട്ടേഷൻ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. നമുക്ക് റീഡിംഗ്സിലേക്ക് കടക്കാം. ഓഗസ്റ്റ് 2024 ഉത്തരം നക്ഷത്രക്കാർക്ക് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Joy, relaxation, nurture, acceptance, protection, spiritual quest. ഉത്തരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ പൊതുവേ ഒത്തിരി കാര്യങ്ങളിൽ നിങ്ങൾക്ക് ആഹ്ലാദിക്കാനുള്ള അവസരം ഉണ്ടാകുന്ന സമയമാണ്. അതേപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ ഉത്തമമായിട്ടുള്ള ഒരു മാസം എന്ന് തന്നെ പറയാം. ആദ്യം തന്നെ ഈ ഒരു മാസത്തിൽ നിങ്ങൾ ഒത്തിരി നമ്മൾ പറയുന്ന ഒരു നിർവൃതി എന്നൊക്കെ പറയുന്ന ഒത്തിരി മാനസികമായിട്ട് ഒത്തിരി സ്വയം അഭിമാനിക്കാനുള്ള മുഹൂർത്തങ്ങൾ ഉണ്ടാകുന്ന സമയമുണ്ട്. മക്കളെ കൊണ്ടിട്ട് അഭിമാനിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. വിദ്യാർത്ഥികളായി ഉള്ളവരെ സംബന്ധിച്ച് വിദ്യാഭ്യാസമായിട്ടോ അല്ലെങ്കിൽ കലാകായികമായിട്ടോ ബന്ധപ്പെടുത്തിയിട്ടുള്ള വിദ്യാലയത്തിൽ നിന്ന് സ്കൂളിലോ കോളേജിൽ നിന്ന് യൂണിവേഴ്സിറ്റിയിൽ നിന്നൊക്കെ വളരെയധികം അഭിമാനം തോന്നുന്ന നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. ഇതിപ്പോൾ വിദ്യാഭ്യാസപരമായിട്ട് സ്കോളർഷിപ്പോ അല്ലെങ്കിൽ റാങ്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാവാം, എൻട്രൻസ് എന്തെങ്കിലും തരത്തിലുള്ള കോമ്പറ്റീറ്റീവ് എക്സാംസിൽ പാസ്സാവുന്നതാവാം, അല്ലെങ്കിൽ സ്പോർട്സ് സംബന്ധമായിട്ട് സ്റ്റേറ്റ് ലെവൽ നാഷണൽ ലെവലിലേക്ക് പോകാവുന്ന തരത്തിലേക്ക് വലിയ രീതിയിലുള്ള ഒരു ഉയർന്ന ഒരു പദവി ലഭിക്കുന്നത് ഒരു സാഹചര്യവും ആവാം ഇത് സൂചിപ്പിക്കുന്നത്. ഇത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളമാണ് കൂടുതലായിട്ടും കാണിക്കുന്നത്. എന്നിരുന്നാലും വിദ്യാർത്ഥികളല്ലാത്തവരിലും നേട്ടങ്ങളുടെ ഒരു മാസമായിട്ട് കാണിക്കുന്നുണ്ട്. ഒരു ആഘോഷവും സന്തോഷവും ഒരു നിങ്ങൾക്ക് ഒത്തിരി അഭിമാനിക്കാവുന്ന സാഹചര്യം എന്ന് പറയാവുന്ന സാഹചര്യം ഈ ഒരു മാസത്തിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ പ്രായമായിട്ടുള്ളവർ, റിട്ടയർമെന്റ് ഫേസിൽ എത്തി നിൽക്കുന്നവർ അല്ലെങ്കിൽ റിട്ടയർ ആയിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിന് വക നൽകുന്ന കാര്യങ്ങൾ ഈ ഒരു മാസത്തിൽ. മക്കൾക്കൊക്കെ ജോലി ഇല്ലാതിരുന്നൊരു റിട്ടയർ ആവുന്ന സമയത്തേക്ക് മക്കളുടെ കാര്യങ്ങളൊന്നും ശരിയായിട്ടില്ല അല്ലെങ്കിൽ മുന്നോട്ടേക്കുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ടെൻഷനും ഒക്കെ ചെറുതായിട്ട് മനസ്സിനെ അലട്ടുന്നവരാണ് എങ്കിൽ ഈ ഒരു മാസത്തിൽ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് മക്കൾക്ക് ജോലി കിട്ടി അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ഇനി അധികം വിഷമിക്കേണ്ടുന്ന അവസ്ഥ വരാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുന്നുണ്ടാവാം. ചില ആളുകൾ റിട്ടയർമെന്റിന് ശേഷം റിട്ടയർ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. സർക്കാർ സർവീസിൽ നിന്നൊക്കെ റിട്ടയർ ആയിട്ടുണ്ടെങ്കിൽ പ്രൈവറ്റ് സെക്ടറിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നതാവാം. അപ്പോൾ ഒരു ശമ്പളം എന്നുള്ള രീതിയിൽ ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന ഒരു രീതിയിൽ അല്ലെങ്കിൽ കൂടി സ്വന്തമായിട്ട് ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, സാമ്പത്തിക അടിത്തറ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ചില ആളുകളിലുണ്ട്. മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ പൊതുവെ ഈ ഒരു മാസത്തിൽ ഇപ്പോ അമിതമായിട്ട് ജോലി ചെയ്യേണ്ടി ഇപ്പോ ഏതാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ഒരു ജോലി 9 to 5 ജോലിയാണ് എങ്കിൽ കൂടി നിങ്ങൾ എക്സ്ട്രാ ടൈം എടുക്കേണ്ടി വരും. ഷിഫ്റ്റ് ഒക്കെ ചെയ്യുന്നവരിൽ 2 ഷിഫ്റ്റ് ഒരുമിച്ച് ചെയ്യേണ്ടി വരിക അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം, കൂടുതലായിട്ട് വർക്ക് ചെയ്യേണ്ടി 8 മണിക്കൂറിൽ കൂടുതൽ അല്ലെങ്കിൽ 10 മണിക്കൂറൊക്കെ വർക്ക് ചെയ്യേണ്ടി വരുന്ന സാഹചര്യം അടുത്തിടയ്ക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ഒരു മാസം പൊതുവേ ഒന്ന് ഇരിക്കാൻ പറ്റുന്ന, കാലനീട്ടി ഇരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ എന്നൊക്കെ നമ്മൾ പറയുന്നു. ഒന്ന് സമാധാനവും സ്വസ്ഥമായിട്ട് ഇരിക്കാനുള്ള ഒരു അവസ്ഥ ഈ ഒരു മാസത്തിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ. അതേപോലെ തന്നെ പിന്നെ സ്ത്രീകളെ സംബന്ധിച്ച് എടുത്തു പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി അധികം പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മാനസികമായിട്ട് ഒത്തിരി പല കാര്യങ്ങളിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് മൂല്യം നൽകുന്ന, പ്രത്യേകിച്ച് വീട്ടമ്മമാരായിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് അധികം മാന്യത ലഭിക്കാത്തൊരു സാഹചര്യമോ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന നിങ്ങളുടെ കാഴ്ചപ്പാടുകൾക്കൊന്നും വലിയ വില നൽകാത്തൊരു സാഹചര്യം അടുത്തിടയ്ക്ക് ഉണ്ടായതായിട്ട് തോന്നുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ വളരെയധികം മറ്റുള്ളവർ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പറയുന്നതിന് പലതും അത് അതേപോലെ തന്നെ ആ രീതിയിൽ തന്നെ വരാറുണ്ട്. അതുകൊണ്ട് നിങ്ങളോട് അഭിപ്രായങ്ങൾ ചോദിച്ചിട്ടായിരിക്കും വീട്ടിലുള്ള മറ്റുള്ളവർ പല കാര്യങ്ങളിലേക്കും ചെന്നെത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വേണ്ടുന്ന ബഹുമാനം ഫാമിലിയിൽ ലഭിക്കുന്ന ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. പ്രഗ്നൻസി സിറ്റുവേഷൻ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അർത്ഥവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ
റീപ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിന് വേണ്ടുന്ന ട്രീറ്റ്മെന്റോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും അതുപോലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം കുട്ടി കൺസീവ് ചെയ്യുന്നതോ പ്രഗ്നന്റ് ആവുന്ന സിറ്റുവേഷൻ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ എടുത്തു പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അമിതമായിട്ടുള്ള ഒരു ലാളനയോ സ്നേഹമോ അല്ലെങ്കിൽ മതിമറന്നുള്ളൊരു കൊഞ്ചിക്കൽ അങ്ങനെയുള്ള ഒരു സാഹചര്യമൊക്കെ ചില കുടുംബത്തിൽ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ട് എങ്കിൽ ശിക്ഷ നൽകേണ്ടടുത്ത്, അതായത് ശാരീരികമായിട്ടുള്ള ഒരു ശിക്ഷ എന്നുള്ള രീതിയിലല്ല, ഇതിന്റെ ഫലം ഭവിഷ്യത്ത് എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന തരത്തിലുള്ള ചെറിയ രീതിയിലുള്ള ശിക്ഷകളും കാര്യങ്ങളിലൂടെ ഒക്കെ വളർത്തുമ്പോൾ കുട്ടികളെ നോക്കാൻ ശ്രമിക്കുക. കാരണം അമിതമായിട്ടുള്ള ലാളന അപകടത്തിലേക്ക് കൊണ്ടെത്തിച്ചേക്കാം എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. നെക്സ്റ്റ് വന്നിട്ട് അക്സെപ്റ്റൻസ് എനർജിയാണ്. ഇവിടെ പറയാനുള്ളത് ആരോഗ്യപരമായിട്ടുള്ള കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു മാസമാണ്. കാരണം നേരത്തെ പറഞ്ഞു, വളരെയധികം സന്തോഷമുള്ള സമയമാണ്, അഭിമാനം തോന്നുന്ന സമയമാണ്, കുടുംബത്തിൽ മൊത്തത്തിൽ ഒരു സംതൃപ്തി നൽകുന്ന സമയം. അപ്പോൾ ഈ ഒരു സാഹചര്യം നമ്മളെപ്പോഴും ഒത്തിരി സന്തോഷമായിട്ടിരിക്കുമ്പോഴും എല്ലാവരും ആഘോഷങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ നല്ല നല്ല സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകുന്നില്ല. അപ്പൊ സാമ്പത്തിക ബുദ്ധിമുട്ട് ഉള്ള സമയത്ത് ചിലപ്പോൾ ഇഷ്ടമുള്ള ആഹാരങ്ങൾ കഴിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഇഷ്ടമുള്ളത് എന്തും വാങ്ങിച്ചു കഴിക്കുന്ന ഒരു ശീലം ചിലപ്പോൾ വന്നേക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അമിതമായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നുണ്ട്, അമിതമായിട്ട് പുറത്തുനിന്ന് ഓർഡർ ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ ജങ്ക് ഫുഡോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അമിതമായിട്ട് കഴിക്കുന്നു. പ്രത്യേകിച്ച് ഒരു പ്രായം കഴിഞ്ഞിട്ടുള്ളവര് 10-45 വയസ്സൊക്കെ ആയിട്ടുള്ളവര് അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ മറ്റ് തരത്തിലുള്ള അസുഖങ്ങളിലേക്കൊക്കെ കൊണ്ടെത്തിക്കാതെ അതിനൊരു പരിധി വെക്കുക. ഓവറായിട്ടുള്ള ജങ്ക് ഫുഡ്, അതിപ്പോ കുട്ടികളാണെങ്കിൽ കൂടി ഓവറായിട്ട് ജങ്ക് ഫുഡ് കഴിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വയറും സംബന്ധിക്കുന്ന കാര്യങ്ങളിലൊക്കെ പ്രശ്നങ്ങളുണ്ടേക്കാം. അപ്പോൾ ഫ്രൂട്ട്സും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പതിവായിട്ട് കഴിക്കുക. ഓരോ സാഹചര്യത്തിനനുസരിച്ചിട്ട് മഴയോ വെയിലോ എന്താണോ അതിനനുസരിച്ചിട്ടുള്ള ഭക്ഷണത്തിൽ ക്രമീകരണം വരുത്താനായിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ദൈവാനുഗ്രഹം വേണ്ടുള്ള ഒരു സമയം കൂടിയിട്ടാണ് ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ജോലി സംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ സ്വയം ഒരു കരിയറിൽ സ്വയം ഒരു അവലോകനം നടത്തുന്നുണ്ട്. എവിടെയാണ് നിങ്ങൾ എവിടെയാണ് ഇംപ്രൂവ്മെന്റ് നടത്തേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കി ഇംപ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രയോറിറ്റി, അതായത് നിങ്ങൾ എന്തിനെ കുറിച്ചിട്ട് ഏതാണ് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ചിന്ത. അതേപോലെ തന്നെ പല അവസരങ്ങളും വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു സമയത്ത് നല്ല നല്ല അവസരങ്ങൾ വരുന്ന ഒരു മാസമാണ് ജോലി സംബന്ധമായിട്ട്. അപ്പോൾ ജോലി മാറണമെന്നൊരു ചിന്ത മൈൻഡിലുണ്ട്, പക്ഷെ ഇപ്പൊ തന്നെ വേണോ പിന്നെ വേണോ എന്നൊക്കെ പറഞ്ഞ് ശങ്കിച്ചു നിൽക്കുന്നവരാണെങ്കിൽ അതിന് പറ്റിയൊരു സമയമാണ് ഈ മാസം. അപ്പോൾ ജോലി മാറണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ജോലി മാറാൻ ശ്രമിക്കാവുന്നതാണ്. അവസരങ്ങൾ വരുമ്പോൾ അത് ഉപയോഗപ്പെടുത്തുക, അല്ലാതെ അതിനുശേഷം പിന്നീട് അതിനെക്കുറിച്ച് ആലോചിച്ചിരുന്നിട്ട് കാര്യമില്ല. ഇപ്പോൾ നല്ല സമയമാണ് എന്ന് മാത്രമല്ല, ദൈവാനുഗ്രഹം ഒത്തിരി ഉള്ള സമയം കൂടിയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം നല്ല രീതിയിൽ ജോലി സംബന്ധമായിട്ട് മാത്രമല്ല, നിങ്ങൾ ഓരോരുത്തരുടെയും ഏത് മേഖലയിലാണോ നിങ്ങൾ ഒരു പരീക്ഷണം നടത്തി നോക്കാമെന്ന് ചിന്തിക്കുന്നിടത്ത് വ്യക്തമായിട്ടുള്ള അതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ആ ഒരു മേഖലയിൽ ഒരു കൈ നോക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ നോക്കാൻ പറ്റിയ ഒരു സമയമാണ്. ബിസിനസ്സിലേക്കൊക്കെ ഇറങ്ങാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒന്ന് ശ്രമിക്കാവുന്ന സമയം കൂടിയിട്ടാണ് ഈ ഒരു മാസം. അത് പറ്റിയ അല്ലെങ്കിൽ ഇത് ഇന്ന് തുടങ്ങണോ ഇപ്പൊ തുടങ്ങണോ ഈ മാസം തുടങ്ങണോ എന്നൊക്കെ ഒരു ചിന്ത ഉണ്ടെങ്കിൽ അത് മാറ്റി വെച്ചിട്ട് ഇപ്പൊ തന്നെ അതിലേക്ക് ഇറങ്ങാവുന്നതാണ്. ഓക്കെ. അതേപോലെ തന്നെ ആത്മീയത, ദൈവികത, അമ്പലങ്ങളും പള്ളികളിലും ഒക്കെ സന്ദർശിക്കുക. ഒത്തിരി നാളായിട്ട് എന്തെങ്കിലും വഴിപാടുകളൊക്കെ മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും വഴിപാട് കഴിക്കണം, അല്ലെങ്കിൽ ഇന്ന ക്ഷേത്രത്തിലോ ഇന്ന പള്ളിയിലോ ഒക്കെ പോകണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ളവരാണ് എങ്കിൽ ക്ഷേത്രങ്ങളൊക്കെ സന്ദർശിക്കുക, പള്ളികളിലൊക്കെ പോവുക, ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുക. കുറച്ച് കൂടുതലായിട്ട് ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾ താല്പര്യം പ്രകടിപ്പിക്കുന്നതായിട്ടുള്ള ഒരു സാഹചര്യം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ദൈവാനുഗ്രഹം വേണ്ടുള്ളൊരു സമയമായതുകൊണ്ടും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ തോന്നലുകൾ കൂടുതലായിരിക്കും. മാനിഫെസ്റ്റേഷൻ, മെഡിറ്റേഷൻ, അഫർമേഷൻ, റിച്വൽസ്, ഇപ്പം ഫുൾ മൂൺ, ന്യൂ മൂൺ, അതുപോലുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട്.
അതിനുള്ളൊരു അവസരവും സൂചിപ്പിക്കുന്നുണ്ട് ഈ ഒരു മാസത്തിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. പൊതുവെ മിതഭാഷികളായിരിക്കും, അനാവശ്യ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടാവില്ല, ആവശ്യമുള്ളത് വേണ്ടുന്ന കാര്യം കൃത്യമായിട്ട് വേണ്ട രീതിയിൽ സംസാരിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ് ഈ ഒരു മാസത്തിൽ നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് പൊതുവെ വായ അടച്ചു വെക്കാതെ സംസാരിക്കുന്ന ആളുകളാണെങ്കിൽ പോലും വളരെ മിതഭാഷികളായിട്ടാണ് ഈ ഒരു മാസം കാണുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക, എങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.